ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 7, 8, 9 3 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ഹരേ കൃഷ്ണ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധതിജോത്തമ നായക മമ സൈന്യസ്യ സംജാർത്തം താൻ ബ്രവീമിതേ. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതിം ജയഃ അശുധാമാ വികർണച്ച സൗമദത്തിസ്തദൈവ ച അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ തക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധതിജോത്തമഃ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ദിജോത്തമൻ എന്നാൽ ബ്രാഹ്മണൻ. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, അസ്മാകം തു നമ്മെ സംബന്ധിച്ചവരാകട്ടെ, യേ യാതൊരുത്തരാണോ മമ എൻ്റെ സൈന്യസ്യ സൈന്യത്തിലെ വിശിഷ്ടാഹ വിശേഷപ്പെട്ട നായക നായകന്മാരായുള്ളത് താൻ അവരെ നിബോധ അറിഞ്ഞാലും തേ അങ്ങേക്ക് സംജ്ഞാർത്ഥം ബോധിക്കാനായി താൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പേയും പറഞ്ഞു, ബ്രവീമി ഞാൻ പറഞ്ഞു തരാം. അതായത് ആചാര്യന്മാരിൽ ആരും തന്നെ പൂർണ്ണ മനസ്സോടെ സ്വപക്ഷത്ത് നിൽക്കുന്നവരല്ലെന്ന് ദുര്യോധനന് നന്നായി അറിയാം. പിതാമഹനായ ഭീഷ്മർക്ക് പോലും പാണ്ഡവപക്ഷത്താണ് കൂരെന്ന് ദുര്യോധനൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. സൂത്രത്തിൽ എല്ലാവരെയും വശത്ത് നിർത്തിയാലേ യുദ്ധം നടത്താനാകൂ. അതുകൊണ്ട് ദ്രോണരെ പ്രസാദിപ്പിക്കാനായി ദ്വിജോത്തമ, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് വിളിക്കുകയാണ്. അല്പം മുഖസ്തുതിയൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയേ പറയുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നുമല്ല. എല്ലാവരും പാണ്ഡവപക്ഷത്താണ്. പാണ്ഡവർക്കാണ് ധർമ്മം. പാണ്ഡവര് പാവങ്ങളാണ്. അവരെ ആ ദുര്യോധനാദികള് കൗരവന്മാര് ദ്രോഹിച്ചതുപോലെ ആരും ദ്രോഹിച്ചിട്ടില്ല. അത് എല്ലാവർക്കും അറിയാം. പഞ്ചപാണ്ഡവര് ധർമ്മത്തിന്റെ പക്ഷത്താണ്. അവർ ധർമ്മം മാത്രമേ ചെയ്യുകയുള്ളൂ. അവർ എല്ലാവരും പറഞ്ഞു നോക്കി. കൃഷ്ണനും ഒരുപാട് പറഞ്ഞു നോക്കി, അവർക്ക് രാജ്യം കൊടുക്കൂ, അവർക്ക് അവിടെ ജീവിക്കാൻ അവരെ അനുവദിക്കൂ. പക്ഷേ കൗരവന്മാര് കേട്ടില്ല. അതുകൊണ്ട് എല്ലാവരും പാണ്ഡവപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ദുര്യോധനന് അറിയാം. അതായത് സ്വാത്വികനായ ബ്രാഹ്മണൻ ചതിക്കുകയില്ല എന്ന് ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണനെ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് വിളിക്കുകയാണ്. ദുര്യോധനൻ ദ്രോണരോട് പറയുന്നുണ്ട്, അങ്ങ് പാണ്ഡവരുടെ മഹത്വം കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് അറിയാം. പക്ഷേ എൻ്റെ സൈന്യത്തിലും വീരശൂരന്മാരുണ്ട് എന്ന് അങ്ങ് അറിഞ്ഞിരിക്കുന്നത് നന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതിം ജയ അശുദ്ധാത്മാ വികർണച്ച സൗമദത്തിസ്തദൈവ ച അന്യേ ച ബഹവഃ ശൂരാ മദർത്തേ തക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഭവാൻ അങ്ങും ഭീഷ്മച്ച ഭീഷ്മരും കർണച്ച കർണനും സമിതം ജയ പോരിൽ വിജയം നേടുന്ന കൃപച്ച കൃപാചാര്യരും അശുദ്ധാത്മാവും വികർണച്ച വികർണനും തഥാ ഏവ അപ്രകാരം തന്നെ സൗമദത്തെയും അതായത് സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് അന്യേജ വേറെയും ബഹവഹ അസംഖ്യം ശൂരാഹ ശൂരന്മാർ മദർത്തേ എനിക്ക് വേണ്ടി തക്തജീവിതാഹ ജീവിതം ഉപേക്ഷിച്ചവരും നാനാശസ്ത്രപ്രഹരണാഹ പലതരത്തിലുള്ള
ആയുധങ്ങൾ പ്രയോഗിച്ച് പൊരുതുന്നവരുമായ സർവേ എല്ലാവരും യുദ്ധവിശാരദാഹ യുദ്ധ നിപുണന്മാരാകുന്നു. മുമ്പേ പറഞ്ഞില്ലേ, എൻ്റെ പക്ഷത്തും വീരശൂര പരാക്രമികളുണ്ട് എന്ന് ആചാര്യനോട് പറയുകയാണ്. ഇവിടെ ദുര്യോധനൻ ഭീഷ്മ പിതാമഹനേക്കാളിലും വലിയ ബഹുമാനവും മുഖസ്തുതിയും ഒക്കെ കൊണ്ട് ദ്രോണാചാര്യരുടെ സ്നേഹവും ശ്രദ്ധയും അതുപോലെ തങ്ങളുടെ പക്ഷത്ത് നിൽക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ ദ്രോണാചാര്യരെ സുഖിപ്പിച്ച് പറയുകയാണ്. എൻ്റെ പക്ഷത്തും വിലാളി വീരന്മാരുണ്ട്. അതായത് ദ്രോണർ, കൃപർ, അതുപോലെ ദ്രോണപത്നിയായ കൃപി എന്നിവരെല്ലാം. ഈ ദ്രോണരും കൃപരും ഒക്കെ ആരാണെന്നും കൂടി നമുക്ക് നോക്കാം. കൃപരും കൃപിയും മാതാവില്ലാതെ പിറന്നവരാണെന്നാണ് പറയുന്നത്. അതായത് ഗൗതമമുനിയുടെ ഗോത്രത്തിൽ പിറന്ന ശരദ്വാൻ എന്ന മഹാമുനി, അദ്ദേഹം അസ്ത്രവിദ്യയിലും തപോനിഷ്ഠയിലും ഭയങ്കര വലിയ ആളായിരുന്നു. ശരദ്വാന്റെ കഠിനമായ തപോനിഷ്ഠ കണ്ട് ഇന്ദ്രന് എല്ലാവരോടും അസൂയയും കുശുമ്പുമാണല്ലേ. ശരദ്വാന്റെ തപസ് മുടക്കണമെന്ന് വിചാരിച്ച് ഇന്ദ്രൻ ഒരു അപ്സരസ്ത്രീയെ, ജാനപതി എന്ന ഒരു അപ്സരസ്ത്രീയെ ശരദ്വാന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആ മുനിയുടെ തപസ്സിളകി അദ്ദേഹം ബീജത്തെ ശ്രവിച്ചു എന്നാണ് പറയുന്നത്. ആ ബീജം ഒരു ശരപ്പുല്ലിന്റെ തണ്ടിൽ വീണ് രണ്ടായി. അതിൽ ഒരു ഭാഗം ആൺകുഞ്ഞായും മറ്റേ ഭാഗം പെൺകുഞ്ഞായും ജനിച്ചത്രേ. ആ ശിശുക്കളെ നായാട്ടിനായി കാട്ടിലെത്തിയ ശന്തനു മഹാരാജാവ് കണ്ടെത്തി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി. ആ ആൺകുട്ടിയാണ് കൃപർ, പെൺകുഞ്ഞ് കൃപിയും. ശസ്ത്രപ്രയോഗത്തിലും ശാസ്ത്രവിജ്ഞാനത്തിലും പാണ്ഡിത്യം നേടിയ കൃപാചാര്യൻ പിൽക്കാലത്ത് കുരുപാണ്ഡവ വീരന്മാരുടെ ആചാര്യനായി തീർന്നു. അതാണ് കൃപാചാര്യൻ. അതുപോലെ ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണർ. മഹാതാപസനായ ഭരദ്വാജൻ ഒരു നാൾ ഗംഗയിൽ സ്നാനം ചെയ്യാനെത്തി. ഗംഗയിൽ ദിഗംബരയായി സ്നാനം ചെയ്തുകൊണ്ടിരുന്ന കൃതാജി എന്ന അപ്സര സ്ത്രീയെ അദ്ദേഹം കണ്ടു. ഭരദ്വാജ മഹർഷിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായില്ല. കൃതാജിയുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലൂടെയും ഭരദ്വാജ മഹർഷിയുടെ മനസ്സ് പാഞ്ഞു നടന്നു. വികാരവിവശനായ ഭരദ്വാജന്റെ ബീജം ശ്രവിച്ചു. ഭൂമിയിൽ അത് വീഴുന്നത് പാപമായതുകൊണ്ട് ദ്രോണം എന്ന പാത്രത്തിൽ മഹർഷി അതിനെ ഏറ്റു. ദ്രോണം എന്ന പാത്രത്തിൽ നിന്ന് ജനിച്ച ബാലന് ദ്രോണർ എന്ന് പേര് നൽകി. അഗ്നിവേശൻ എന്ന മഹർഷിയുടെ ശിഷ്യനായ ദ്രോണർക്ക് ദ്രുപദൻ സതീർത്ഥ്യനായിരുന്നു. അഗ്നിവേശനിൽ നിന്ന് ദ്രോണർ അഗ്നേയസ്ത്രവും വേദശാസ്ത്രങ്ങളും അഭ്യസിച്ചു. ഭരദ്വാജന്റെ നിർദ്ദേശമനുസരിച്ച് ദ്രോണർ കൃപിയെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രനായി അശുദ്ധാത്മാവ് പിറന്നു. ജനനവേളയിൽ കുതിര ചിനയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം പുറപ്പെടുവിച്ചതുകൊണ്ട് ദ്രോണർ കുഞ്ഞിന് അശുദ്ധാത്മാവ് എന്ന പേരു നൽകി. പിന്നീട് പരശുരാമനെ ഗുരുവായി സ്വീകരിച്ച് ദ്രോണർ ദിവ്യാസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുവാനുള്ള പാടവം നേടി. ഒടുവിൽ കുരുപാണ്ഡവ വീരന്മാരുടെ ആചാര്യ പദവിയും ദ്രോണർക്ക് ലഭിച്ചു. ഇക്ഷ്വാകു വംശത്തിൽ മഹാഭിഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം 1000 അശ്വമേധം ജയിച്ച് ബ്രഹ്മലോകം പൂകി. ഒരിക്കൽ അവിടെ ദേവന്മാരുടെയും രാജർഷിമാരുടെയും ഒരു സമ്മേളനം നടന്നു. അതിൽ സംബന്ധിക്കാനെത്തിയ ഗംഗാദേവി മഹാഭിഷനെ ഇമവെട്ടാതെ നോക്കി. മഹാഭിഷൻ ഗംഗയെയും അഭിലാഷത്തോടെ നോക്കുകയുണ്ടായി. ഇരുവരുടെയും ആ പ്രേമം കണ്ട് ബ്രഹ്മദേവൻ അവർക്ക് മർത്യലോകവാസം വിധിച്ചു. അതനുസരിച്ച് മഹാഭിഷൻ ചന്ദ്രവംശത്തിൽ പ്രദീപൻ എന്ന രാജാവിന്റെ പുത്രനായ ശന്തനുവായി പിറന്നു. ഒരിക്കൽ അഷ്ടവസുക്കൾ പത്നീസമേതരായി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ മഹർഷിയുടെ നന്ദിനി എന്ന പശു മേഞ്ഞു നടക്കുന്നത് അവർ കണ്ടു. 8ാമത്തെ വസുവായ ദൗ ഭാര്യയുടെ പ്രേരണയനുസരിച്ച് ബലാത്കാരമായി നന്ദിനിയെ അപഹരിക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞു കുപിതനായ വസിഷ്ഠൻ 8 വസുക്കളും മനുഷ്യരായി പിറക്കട്ടെ എന്ന് ശപിച്ചു. മർത്യജീവിതം ദുസ്സഹമാണെന്ന് കണ്ട് വസുക്കൾ വസിഷ്ഠ മഹർഷിയെ അഭയം പ്രാപിച്ചു. തങ്ങളെ കൂട്ടത്തോടെ ശപിക്കരുതെന്നും ദൗ മാത്രമാണ് അപരാധിയെന്നും അവർ ഏറ്റുപറഞ്ഞ് മാപ്പിരന്നു. ശാപം ഫലിക്കാതെ ഇരിക്കില്ലെന്നും നിരപരാധികളായ 7 പേരും 7 വർഷം കഴിയുമ്പോൾ വിമുക്തരാകുമെന്നും ദൗ മാത്രം മർത്യലോകത്ത് ദീർഘകാലം വാഴേണ്ടി വരുമെന്നും വസിഷ്ഠൻ അരുളി ചെയ്തു. ദൗ നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്നു കൂടി ആ വസിഷ്ഠ മഹർഷി പ്രവചിച്ചു.
ശാപഭീതിയോടെ മടങ്ങിയ വസുക്കൾ ബ്രഹ്മദേവന്റെ ശാപമേറ്റ ഗംഗയെ മാർഗമധ്യത്തിൽ കണ്ടെത്തി. മറ്റൊരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ കിടക്കാൻ താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഗംഗാദേവി തന്നെ തങ്ങളുടെ മാതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നും വസുക്കൾ ഗംഗയോട് അഭ്യർത്ഥിച്ചു. 7 പേരെയും ജനനമാത്രയിൽ തന്നെ ജലത്തിൽ വലിച്ചെറിഞ്ഞു ശാപമുക്തരാക്കണമെന്ന വസുക്കളുടെ അഭ്യർത്ഥനയും ഗംഗാദേവി സ്വീകരിച്ചു. ദീർഘകാലം മർത്യലോകത്ത് വാഴാൻ വിധിക്കപ്പെട്ട ദൗവിന് മറ്റു വസുക്കൾ സ്വന്തം ബലവീര്യങ്ങളുടെ 1/7 ഭാഗം കൂടി നൽകാമെന്ന് സമ്മതിച്ചു. ശന്തനു മഹാരാജാവ് നായാട്ടിനായി ഗംഗാതീരത്തുള്ള വനങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു. സുന്ദരിയായ ഗംഗയെ കണ്ട രാജാവ് മോഹവിവശനായി. അദ്ദേഹം ഗംഗയോട് പ്രണയാഭ്യർത്ഥന നടത്തി. രാജമഹിഷീപദം വാഗ്ദാനം ചെയ്തു. ഗംഗാദേവി അങ്ങനെ രാജാവിന്റെ അപേക്ഷ സ്വീകരിച്ചു. തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ബന്ധം ഉപേക്ഷിച്ചു പോകുമെന്ന വ്യവസ്ഥ ഗംഗാദേവി ശന്തനുവിനോട് പറഞ്ഞു. കാമവിവശനായ രാജാവ് അതും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ശന്തനുവിന്റെ മഹിഷീപദത്തിലെത്തിയ ഗംഗാദേവി തനിക്കുണ്ടായ 7 പുത്രന്മാരെയും ജനനമാത്രയിൽ തന്നെ നദിയിൽ വലിച്ചെറിഞ്ഞു. 8ാമത് പ്രസവിച്ച പുത്രനെ നശിപ്പിക്കാനൊരുങ്ങിയ ഗംഗയെ ശന്തനു മഹാരാജാവ് തടഞ്ഞു. തന്റെ പ്രവൃത്തികളുടെ രഹസ്യമെല്ലാം വെളിപ്പെടുത്തിയിട്ട് ഗംഗ കുഞ്ഞിനെയും കൊണ്ട് രാജാവിനെ വിട്ടുപോയി. ആ ബാലനെ ഗംഗാദേവി തന്നെ വളർത്തി. ദേവവ്രതൻ എന്ന പേരിൽ ഗംഗാദേവിയുടെ സംരക്ഷണയിൽ വളർന്ന ബാലൻ പരശുരാമനിൽ നിന്ന് ആയുധാഭ്യാസം നേടി. കൗമാരപ്രായം കടന്ന ബാലനെ ഗംഗാദേവി ശന്തനുവിന്റെ മുന്നിലെത്തിച്ചു. അതോടെ ശന്തനു മഹാരാജാവ് ആ ബാലന് ഗംഗാദത്തൻ എന്ന പേര് നൽകി. നായാട്ടിനായി ഗംഗാതീരത്തെ വനപ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന ശന്തനു മഹാരാജാവ് ദാശപുത്രിയായ കസ്തൂരി ഗന്ധിയിൽ വീണ്ടും ആകൃഷ്ടനായി. താൻ കന്യകയല്ലെന്നും പരാശര സംഗമത്താൽ തനിക്കൊരു പുത്രൻ ജനിച്ചിട്ടുണ്ടെന്നുമുള്ള സത്യം രാജാവിന്റെ മുമ്പിൽ അവൾ മറച്ചുവെച്ചില്ല. ആ സത്യം അറിഞ്ഞിട്ടും മഹാരാജാവ് അവളെ സ്വീകരിക്കാൻ തന്നെ തീർച്ചയാക്കി. സത്യം തുറന്നു പറഞ്ഞ ദാശപുത്രിക്ക് രാജാവ് സത്യവതിയെന്ന് നാമകരണം ചെയ്തു. ദാശനോട് രാജാവ് വിവാഹാഭ്യർത്ഥന നടത്തി. രാജ്യാവകാശിയായി ഗംഗാദത്തനുള്ള സ്ഥിതിക്ക് തന്റെ മകൾക്കുണ്ടാവുന്ന സന്താനങ്ങളുടെ ഗതി എന്താകുമെന്ന ചോദ്യം ദാശൻ ഉന്നയിച്ചു. പുത്രവത്സലനായ രാജാവ് ഗംഗാദത്തിനെ തിരസ്കരിക്കാൻ ശക്തനായില്ല. സത്യവതിയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തെ വ്യാകുലനാക്കുകയും ചെയ്തു. പിതാവിന്റെ മനോദുഃഖത്താൽ ദാശന്റെ മുന്നിലെത്തി താൻ ഒരിക്കലും രാജ്യാവകാശം ഉന്നയിക്കുകയില്ലെന്ന് ഗംഗാദത്തൻ ശപഥം ചെയ്തു. ആ ശപഥം കൊണ്ട് ദാശമുഖ്യൻ സംതൃപ്തനായില്ല. ഗംഗാദത്തിന് ജനിക്കാനിടയുള്ള സന്താനങ്ങൾ അവകാശ തർക്കം ഉന്നയിച്ചാലോ എന്നതായിരുന്നു ദാശമുഖ്യന്റെ ചിന്ത. അതിന് പരിഹാരമായി ആജീവനാന്തം താൻ ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാമെന്ന് ഗംഗാദത്തൻ ശപഥം ചെയ്തു. ഈ ഭീമമായ പ്രതിജ്ഞ കേട്ട് അത്ഭുതസ്തബ്ധരായ ദേവന്മാർ ഗംഗാദത്തന് ഭീഷ്മർ എന്ന് പേര് നൽകി. പിതാവിന്റെ സന്തോഷത്തിനായി ഭീഷ്മർ തന്നെ സത്യവതിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സന്തുഷ്ടനായ പിതാവ് ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യുവാകാൻ അനുഗ്രഹം നൽകി. കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തിയ ദുർവാസാവ് മഹർഷിയെ പരിചരിക്കുന്ന ചുമതല ബാലികയായ കുന്തിദേവിക്കായിരുന്നു. പരിചരണത്തിൽ സന്തുഷ്ടനായ മഹർഷി കുന്തിദേവിക്ക് മന്ത്രോപദേശം നൽകി രാജകുമാരിയെ അനുഗ്രഹിച്ചു. മഹർഷി മടങ്ങിപ്പോയതിനു ശേഷം മന്ത്രശക്തി പരീക്ഷിച്ചറിയുവാൻ രാജകുമാരി ഒന്നു നോക്കി. മന്ത്രത്താൽ ആവാഹിക്കപ്പെട്ട സൂര്യദേവൻ സന്താനദാനത്തിനൊരുങ്ങിയപ്പോൾ കന്യകയായ കുന്തി പേടിച്ചുപോയി. അവളുടെ കന്യകാത്വത്തിന് കോട്ടം തട്ടുകയില്ലെന്ന് സൂര്യദേവൻ ഉറപ്പു നൽകി. അങ്ങനെ കുന്തിയുടെ മൂത്ത മകനായി ജനിച്ചയാളാണ് കർണൻ. ലോകത്തിന്റെ അപവാദം ഭയന്ന് കുന്തി ആ ബാലനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിവിട്ടു. സൂതവംശജനായ അധിരഥനും പത്നിയായ രാധയും കൂടി ആ ബാലനെ എടുത്തു വളർത്തി. രാജകുമാരന്മാരോടൊപ്പം ദ്രോണാചാര്യനിൽ നിന്ന് തന്നെ ബാലൻ ആയുധ പരിശീലനവും നേടി. ആയുധ പരീക്ഷയ്ക്കെത്തിയ കർണനെ ക്ഷത്രിയ ബാലന്മാരുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ സൂതപുത്രന് അധികാരമില്ലെന്ന് പറഞ്ഞ് ഭീമൻ അധിക്ഷേപിച്ചു. ഉടനെ തന്നെ ദുര്യോധനൻ അംഗരാജ്യാധിപതിയായി കർണനെ വാഴിച്ചു. ആജീവനാന്തം ദുര്യോധനന്റെ സുഹൃത്തായിരിക്കുമെന്ന് കർണൻ ശപഥവും ചെയ്തു. മഹാഭാരത യുദ്ധത്തിനു മുമ്പ് കുന്തിദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും കർണനെ ഒറ്റയ്ക്ക് കണ്ട് പാണ്ഡവ ജ്യേഷ്ഠനാണെന്ന രഹസ്യം ധരിപ്പിച്ചു. മറുഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു.
അപമാനത്തിൽ രക്ഷകനായി നിന്ന ദുര്യോധനനോട് നന്ദികേടു കാണിക്കാൻ കർണൻ ഒരുങ്ങിയില്ല. ജനനവേളയിൽ ദേഹരക്ഷയ്ക്കായി സൂര്യദേവൻ കർണന് നൽകിയിരുന്ന കവചകുണ്ടലങ്ങൾ പുത്രനായ അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ദ്രൻ ബ്രാഹ്മണ വേഷധാരിയായി വന്ന് യാചിച്ചു വാങ്ങുകയും ചെയ്തു. ഈ വിധം ഇന്ദ്രൻ വരുന്നുണ്ടെന്ന വിവരം സൂര്യദേവൻ കർണനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. സൂര്യന്റെ മുന്നറിയിപ്പൊന്നും കർണൻ കാര്യമായി കരുതിയില്ല. മാത്രമല്ല, മഹാഭാരത യുദ്ധത്തിന്റെ പരിണതികളെക്കുറിച്ച് കർണൻ നേരത്തെ തന്നെ ബോധവാനായിരുന്നു. സിന്ധുദേശത്തെ രാജാവായിരുന്ന ബൃഹദ്രഥന്റെ പുത്രനായിരുന്നു ജയദ്രഥൻ. അദ്ദേഹം കൗരവന്മാരുടെ ഏക സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവുമായിരുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് ജയദ്രഥൻ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. ഭീമസേനന്റെ അടികൊണ്ട് തോൽവി സമ്മതിച്ചു പിന്മാറേണ്ടി വന്നു. തപസ്സുകൊണ്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി അയാൾ വരങ്ങൾ നേടിയിരുന്നു. പാണ്ഡവരെയെല്ലാം ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയണമെന്ന് വരം ആവശ്യപ്പെട്ടെങ്കിലും അർജുനൻ ഒഴികെയുള്ള 4 പേരെയും ഒറ്റയ്ക്ക് ജയിക്കാനാകുമെന്ന വരമേ ലഭിച്ചുള്ളൂ. കൂട്ടത്തിൽ തന്റെ തലമുറിച്ച് താഴെയിടുന്നയാൾ അപ്പോൾ തന്നെ തല പൊട്ടി മരിക്കണമെന്ന ഒരു വരവും ജയദ്രഥൻ നേടിയിരുന്നു. അർജുനൻ അകലെയായിരുന്നപ്പോൾ പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്ന അഭിമന്യുവിനെ സഹായിക്കാനെത്തിയ പാണ്ഡവന്മാരെ ജയദ്രഥൻ ഒറ്റയ്ക്ക് തന്നെ തടഞ്ഞു നിർത്തി. അങ്ങനെ കൗരവപക്ഷത്തെ വീരന്മാർക്ക് അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുവാൻ അവസരം ലഭിച്ചു. അടുത്ത ദിവസം അസ്തമയത്തിനു മുമ്പ് തന്നെ ജയദ്രഥനെ കൊല്ലുമെന്ന് അർജുനൻ ശപഥം ചെയ്തു. അടുത്ത ദിവസം അസ്തമയം നേരത്തെയായി. അതുവരേക്കും ജയദ്രഥൻ ഒളിവിൽ കഴിഞ്ഞു. പ്രതിജ്ഞ പാലിക്കാനാവാതെ വിഷമിച്ച പാർത്ഥൻ അഗ്നിപ്രവേശനത്തിനൊരുങ്ങി. ആ കാഴ്ച കാണാൻ ദുര്യോധനനോടൊപ്പം ഉല്ലസിച്ചു നിൽക്കുന്ന ജയദ്രഥനെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അസ്തമയത്തിന്റെ പ്രതീതി ഉളവാക്കിക്കൊണ്ട് സൂര്യമണ്ഡലത്തെ മറച്ചിരുന്ന സുദർശനത്തെ ഭഗവാൻ തന്നെ മാറ്റി. അർജുനന്റെ ദിവ്യാസ്ത്രമേറ്റ് മുറിഞ്ഞ ജയദ്രഥ ശിരസ് സന്ധ്യാവേളയിൽ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ബൃഹദ്രഥന്റെ മടിയിൽ വീണ് ബൃഹദ്രഥൻ അതെടുത്ത് നിലത്തെറിഞ്ഞു. അങ്ങനെ ജയദ്രഥനെ അർജുനൻ വധിച്ചു. ദുര്യോധനന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഭീഷ്മരും കർണരും കൃപരും അശ്വത്ഥാത്മാവും ഒക്കെ ആരായിരുന്നു എന്നും നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ചെറിയ ചെറിയ കഥകളും കൂടെ കേട്ട് നമുക്ക് ഓരോ ശ്ലോകം വീതം പഠിച്ചു പോകാം. ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവത്ഗീത പഠിക്കുക. ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തളരേണ്ടി വരില്ല. ഹരേ കൃഷ്ണ. അസ്മാകം തു വിശിഷ്ടായേ തന്നിബോധതിജോത്തമഃ നായക മമ സൈന്യസ്യ സംജാർത്തം താൻ ബ്രവീമി തേ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശുതാത്മാഭികർണശ്ച സൗമദത്തിസ്തദൈവജാം അന്യേ ച ബഹവഃ ശൂര മദർത്തേ തക്തജീവിതാഃ നാനാശസ്ത്രപ്രകരണാഃ സർവേ യുദ്ധവിശാരദാഃ. അതായത്, എന്നാൽ നമ്മുടെ സൈന്യത്തിലെ വിശിഷ്ടന്മാരായ നായകന്മാരെ സംബന്ധിച്ച് ഞാൻ പറയാം. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് കേട്ടാലും. ഇതിന്റെ ഒരു ശ്ലോകത്തിന്റെ സാധാരണ അർത്ഥം അങ്ങനെയാണ്. രണ്ടാമത്തെ ശ്ലോകം, ഭവാനും ഭീഷ്മരും കർണനും യുദ്ധവിജയരായ കൃപരും അശ്വത്ഥാത്മാവും വികർണനും സോമദത്തപുത്രനും ജയദ്രഥനുമുണ്ട്. എല്ലാവരുടെയും പേരാണ്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവരും പലതരം ആയുധം പ്രയോഗിക്കാൻ പ്രാപ്തരായ മറ്റു ചില ശൂരന്മാരുമുണ്ട്. ഇവരെല്ലാം തന്നെ യുദ്ധവിശാരദന്മാരാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ അർത്ഥം. അങ്ങനെ ദ്രോണരോട് ദുര്യോധനൻ പറയുകയാണ്. ഹരേ കൃഷ്ണ.